ഈ പട പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തവും കുത്തിപ്പട എന്നൊരു മലയാള ചൊല്ലുണ്ട്. അത് പെട്ടെന്ന് ഓർത്തു പോകുന്നത് നമ്മുടെ ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് പറക്കാൻ പോകുന്ന പോക്കിൽ പേട്ടയിൽ വെച്ച് എയർപോർട്ടിന് മുമ്പിൽ വെച്ചിട്ട് തൊട്ട് വെച്ചിട്ട് SFI വിദ്യാർത്ഥികൾ കരിങ്കൊടി കാണിച്ചു. അപ്പോൾ അദ്ദേഹം വീരശൂര പരാക്രമയായിട്ട് പ്രോട്ടോകോൾ ലംഘിച്ച് ആ ഗവർണറുടെ ഒരു കോൺവോയ് ലംഘിച്ച് അദ്ദേഹം തന്നെയാണ് അത് ആദ്യത്തെ നിയമലംഘനം നടത്തുന്നത്. ലംഘിച്ച് ഇറങ്ങി SFI പ്രവർത്തകരെ വെല്ലുവിളിച്ചിട്ട് കേസെടുപ്പിച്ചു. വളരെ വൻ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. FIR ഇട്ടു. കരിങ്കൊടി കാണിച്ച SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് പോലീസ് കേസെടുത്തു. അവരെ അറസ്റ്റ് ചെയ്തു, കേരള പോലീസ് തന്നെ. എന്നിട്ട് പുള്ളി ഡൽഹിയിലേക്ക് പറന്ന് ഡൽഹി അവിടെ എത്തിയപ്പം എന്താ പന്തളത്തെ കഥ പോലെയാണ്. എന്താണ്, അദ്ദേഹത്തിന് ആരെയും കാണാൻ പറ്റണ്ടായി. അതിനിടെ പാർലമെന്റിൽ പുതിയ ലോക്സഭാ മന്ദിരത്തില് പുക ബോംബ് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. 4 പേര് കർണാടകയിൽ നിന്നുള്ള BJP MPയുടെ സന്ദർശക പാസ് ഉപയോഗിച്ച് അകത്ത് കടന്നു. അതിൽ 2 പേര് പുതിയ ലോക്സഭാ മന്ദിരത്തിനകത്ത് ലോക്സഭ നടക്കുമ്പം ഗാലറിയിൽ നിന്ന് ചാടി താഴെ ഇറങ്ങിയിട്ട് പുക ബോംബ് അതിലാദ്യം ഒരാൾ പൊട്ടിക്കുന്നു, രണ്ടാമത്തെ ആൾ പൊട്ടിക്കാൻ നോക്കുമ്പോൾ പിടിക്കുന്നു സുരക്ഷാ ജീവനക്കാർ. പാർലമെന്റിന് പുറത്ത്, പുതിയ മന്ദിരത്തിന് പുറത്ത് മറ്റു 2 പേര് പുക ബോംബുമായിട്ട് അവിടെ നിൽക്കുന്നു. ഈ 4 പേര് വന്നത് കർണാടകയിലുള്ള BJP MPയുടെ കെയർ ഓഫിലാണ്. അപ്പൊ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? പിന്നെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒന്നും ഇല്ലാത്ത സമയം മാത്രം തിരഞ്ഞെടുത്തിട്ടാണ് ഈ പുകബോംബ് പരിപാടി നടന്നിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആണിക്കല്ലാണ് പാർലമെന്റ് മന്ദിരം. നരേന്ദ്രമോദി സർക്കാർ വളരെ ആഡംബരത്തോടു കൂടിയുള്ള പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചു. ഈച്ച പോലും കിടക്കാത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി എന്നാണല്ലോ പറയുന്നത്. എന്നിട്ട് ഈ സംഭവിച്ചത് എന്താണ്? എന്തുകൊണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അറ്റാക്ക് വരുന്നു? പുക ബോംബ്, മഞ്ഞ ബോംബ്. ഇതിനകത്തൊക്കെ ചില സംശയങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നുള്ളതിന്. അപ്പം നമ്മുടെ ലോക്സഭ പോലും സുരക്ഷിതമല്ല, അല്ലെ പാർലമെന്റ് മന്ദിരം പോലും സുരക്ഷിതമല്ല. അവിടെയും അക്രമികൾക്ക് കടന്നു വരാവുന്ന ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗവർണർ ദില്ലിയിലേക്ക് പറന്നു എന്നത്. ഏത് അജണ്ട സെറ്റ് ചെയ്തിട്ട് കേരള സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ അജണ്ട സെറ്റ് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ SFI പ്രവർത്തകർ കാണിച്ച കരിങ്കൊടിയേക്കാൾ ഒട്ടും മോശമല്ലല്ലോ ഡൽഹിയിൽ നടന്ന ഇപ്പം അരങ്ങേറിയ കാര്യങ്ങൾ. ഇനി അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഇത് നമ്മുടെ ജനാധിപത്യം എവിടേക്ക് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചകമാണിത്. സുരക്ഷ എവിടെയാണ്, ആർക്കാണ് ഒരുക്കാൻ പറ്റുക? പഴുതില്ലാത്ത സുരക്ഷാ സംവിധാനത്തിന് എന്ത് ചെയ്യണം? അത് നമ്മൾ ആലോചിക്കേണ്ടേ. ഇപ്പൊ ഗവർണറെ കരിങ്കൊടി കാണിച്ചു, അത് വൻ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നവർ തന്നെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ലോക്സഭാ മന്ദിരത്തില്, അല്ലെ പാർലമെന്റ് മന്ദിരത്തില് BJP ഭരിക്കുന്ന പാർട്ടിയുടെ BJP MPയുടെ കെയർ ഓഫില് സന്ദർശക പാസുമായിട്ട് വന്ന 4 പേര് ഈ അക്രമം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ രാജ്യസുരക്ഷ എന്ന് പറയുന്നത്? നമുക്കൊരു ലജ്ജ തോന്നുന്നില്ലേ? അതല്ല ഇതിനകത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ കേരള ഗവർണർക്ക് സുരക്ഷയില്ല. കേന്ദ്ര പാർലമെന്റ് മന്ദിരത്തിന് പോലും സുരക്ഷയില്ലാത്ത നിലയിലേക്ക് നമ്മുടെ ജനാധിപത്യം ഇങ്ങനെ കൂപ്പുകുത്തിപ്പോകുന്നു എന്ന് പറയുന്ന വളരെ ദാരുണമായ ഒരു അന്തരീക്ഷമാണിത്. വാജ്പേയി ഗവൺമെന്റ് ഇരിക്കുന്ന കാലത്താണ് പാർലമെന്റിൽ ആക്രമണം നടന്നത്. പഴയ പാർലമെന്റ് മന്ദിരത്തിൽ എത്രയോ പേരെ വെടിവെച്ച് വന്ന ഭീകരവാദികളുടെ കേസ് അറിയാമല്ലോ. പിന്നെ അതിനുശേഷം ഉണ്ടായ നടപടികൾ. അപ്പോൾ BJPയുടെ ഒരു ഗവൺമെന്റ് ഇരിക്കുന്ന കാലത്താണ് ആദ്യം ആക്രമണം ഉണ്ടായത്, വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത്.
ഇപ്പം രണ്ടാം BJP ഗവൺമെൻറ് കാലത്ത്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ് ഇപ്പോൾ ഈ സംഭവം. അത് BJP MPയുടെ കെയർ ഓഫിലായി. ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇതിനുള്ള അജണ്ട എന്താണ് സെറ്റ് ചെയ്യുന്നത്, സുരക്ഷ എവിടെയാണുള്ളത്? ഇപ്പം ഈ കയറിയവർ കുറെ കൂടെ സ്ഫോടകാത്മകമായ ഒരു ഡിവൈസ് പൊട്ടിച്ചിട്ട് ഏതെങ്കിലും MPമാരോ അല്ലെ മന്ത്രിമാരോ അവിടെ ഉള്ള ആരെങ്കിലുമൊക്കെ മരിച്ചാൽ, അത്യാഹിതം സംഭവിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? എവിടെ നിങ്ങളുടെ പഴുതില്ലാത്ത സുരക്ഷാ സംവിധാനം? എവിടെ? ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണല്ലോ പാർലമെന്റ് ഞങ്ങളീ പറഞ്ഞത്. അവിടെ പോലും സുരക്ഷ ഒരുക്കാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ്, നിങ്ങൾക്ക് പിന്നെ എന്താണ് പറയാനുള്ളത്? അപ്പൊ എന്തായാലും പടവേടിച്ച് പന്തളത്തി എന്ന ഗവർണോന് കിട്ടിയത് ഇതാണ്. ഇനി അദ്ദേഹം തിരിച്ചിങ്ങി വരുമായിരിക്കും. അദ്ദേഹം ഇപ്പൊ ഈ കേരളത്തിൽ പുള്ളി കുറച്ച് സമയങ്ങളല്ലേ ഉള്ളൂ. ഈ ബില്ലൊപ്പിടാൻ സമയമൊന്നും പുള്ളിക്ക് ഇപ്പൊ ഇല്ലല്ലോ. ബില്ലിന്മേൽ അടയിരുന്നിട്ടും ഇങ്ങനെ മാസങ്ങളും വർഷങ്ങള് 2 വർഷം വരെ നീണ്ടുപോയല്ലോ. അപ്പൊ പുള്ളിക്ക് കേരളത്തിൽ നിൽക്കാൻ സമയം തീരെ കുറവാണ്. അപ്പൊ പിന്നെ പുള്ളി ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം പറന്നങ്ങ് ആയിട്ടങ്ങ് പോകും. പിന്നെ കുറച്ച് മാസങ്ങളല്ലേ ബാക്കിയുള്ളൂ. നമുക്ക് കാത്തിരുന്ന് കാണാം.